ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മിത്തായി ലെജൻഡായി മാറിയ ഒരു രാഷ്ട്രീയ നേതാവുണ്ടെങ്കിൽ അത് സഖാവ് EMS നമ്പൂതിരിപ്പാടായിരുന്നു. ശ്രീനാരായണ ഗുരുവിന് ശേഷം കേരളത്തിലെ പൊതുസമൂഹത്തെ രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും ഏറ്റവും അധികം ബാധിച്ച ഒരാളുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്പൂതിരിപ്പാട് തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനൊന്നുമല്ല, ഭക്തനുമല്ല, വിമർശകൻ എന്ന് തന്നെ വച്ചോളൂ. എങ്കിൽ പോലും നമ്പൂതിരിപ്പാടിനെ നമുക്ക് ആർക്കും അവഗണിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ രാഷ്ട്രീയത്തിലാണെങ്കിലും ചരിത്ര വിശകലനത്തിലാണെങ്കിലും സമൂഹ പരിഷ്കരണത്തിലാണെങ്കിലും ഒക്കെ ആർക്കും അവഗണിക്കാൻ പറ്റാത്ത അത്ര ശക്തവും വ്യക്തവുമാണ്. അദ്ദേഹം നൽകിയ സംഭാവനകളെ ആർക്കും മായ്ച്ചു കളയാൻ പറ്റുകയുമില്ല. അദ്ദേഹത്തോടുള്ള എല്ലാ വിയോജിപ്പുകളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വിമർശകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പല നയ സമീപനങ്ങളോടും രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ കൈക്കൊണ്ട ഇടപെടലുകളോടും എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ EMSൻ്റെ സംഭാവനകളെ നമുക്ക് ആർക്കും അവഗണിക്കാൻ പറ്റുകയില്ല. ഗുണത്തിനാണെങ്കിലും ദോഷത്തിനാണെങ്കിലും നമ്മൾ ഈ കാണുന്ന കേരളം കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ് നമ്പൂതിരിപ്പാട്. ജീവിച്ചിരുന്ന കാലത്ത് പാർട്ടിക്കാർ അദ്ദേഹത്തെ തലയിലെടുത്തുകൊണ്ട് നടന്നു. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് സ്മാരകങ്ങൾ പണിയിച്ചു എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ EMSൻ്റെ സ്മരണ ഇപ്പോൾ തുലവും ദുർബലമാണ്. EMSനെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ പാർട്ടിയിലില്ല. അങ്ങനെയുള്ള ആളുകൾ എല്ലാ ദിവസവും ഉണ്ടാവുന്നല്ലേ ഈ പറഞ്ഞു. പക്ഷേ അതുപോലെ ബുദ്ധിശക്തിയുള്ള, രാഷ്ട്രീയ ജ്ഞാനമുള്ള, മാർക്സിസം ലെനിസം വായിച്ചും മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ ഇന്നിപ്പോൾ പാർട്ടിയിലില്ല. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക കാരണഭൂതനില്ലേ, ഗോവിന്ദൻ മാഷില്ലെന്നൊക്കെ ചോദിക്കും. ഞാൻ ഈ കാലത്തേരം തമാശ പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്പൂതിരിപ്പാടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു. ആണ്ടോടാണ്ട് 50,000 പറ നെല്ല് പാട്ടമായി കിട്ടുന്ന ഏലംകുളം മനക്കൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളുടെയും നടുക്ക് ജനിച്ച ഒരു നമ്പൂരി ബാലൻ ചെറുപ്പത്തിൽ തന്നെ വിപ്ലവകാരിയാവുകയും സമുദായ പരിഷ്കരണത്തിന് മുന്നിട്ടിറങ്ങുകയും പൂണൂല് കത്തിച്ച് ചാരം ചെറുമുക്ക് വൈദികന് അയച്ചു കൊടുക്കുകയും കുടുംബം മുറിക്കുകയും ഇംഗ്ലീഷ് പഠിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് അദ്ദേഹം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ വന്നു, ജയിലിൽ പോയി, അങ്ങനെ ജാതി ഭ്രഷ്ട് നേരിട്ടു. അതിനുശേഷം കമ്മ്യൂണിസ്റ്റായിട്ട് മാറി കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി. അത് കഴിഞ്ഞ് വീണ്ടും മുഖ്യമന്ത്രിയായി. പിന്നീട് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. അദ്ദേഹം ജീവിതകാലം മുഴുവനും എതിർത്തത് കോൺഗ്രസിനെയും BJPയുമായിരുന്നു. കോൺഗ്രസ് BJP തമ്മിൽ എന്താണ് വ്യത്യാസം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് കോളറയും പ്ലേഗും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏതായാലും കോൺഗ്രസിനെ താഴെ ഇറക്കുന്നതിൽ തിരുമനസ് വിജയിച്ചു. അതേസമയത്ത് BJPയെ തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഏതാണ് കോളറ ഏതാ പ്ലേഗെന്ന് പുള്ളി പറഞ്ഞില്ല. വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്ന ദിവസമാണ് EMS മരിച്ചത് എന്നുള്ളത് പ്രത്യേകം സ്മരണീയമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ചരിത്രപരമായ വേറെ ചില ദുരർത്ഥങ്ങൾ കൂടിയുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പരാമർശിക്കാൻ താല്പര്യപ്പെടുന്നില്ല. EMS ജീവിച്ചിരുന്ന കാലത്ത് ആത്മകഥ എഴുതിയിട്ടുണ്ട്. ആത്മകഥയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളിയുടെ മിക്കവാറും പുസ്തകങ്ങൾക്കുള്ളൊരു പ്രത്യേകത ഇതിനുണ്ട്. അതിൽ ആത്മവുമില്ല കഥയുമില്ല എന്നുള്ളതാണ്. ആത്മവുമില്ല കഥയുമില്ല, ആത്മകഥ എന്നാണ് പേര്. അതിന് കേരള സാഹിത്യ അക്കാദമി ഏറ്റവും മികച്ച ആത്മകഥകൾ അവാർഡ് കൊടുത്ത് ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ആത്മകഥയുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ബാല്യത്തെക്കുറിച്ചോ ശൈശവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കൗമാരത്തെക്കുറിച്ചോ കോളേജ് വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ചൊന്നും ആർക്കും ഒരു തിട്ടവുമില്ല. ഓരോ ഗ്രന്ഥകാരനും അവർക്ക് തോന്നിയ പോലെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴും അങ്ങനെ തുടരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സഖാവ് അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന്, അന്ന് അദ്ദേഹം ദേശാഭിമാനിയിലെ അസിസ്റ്റൻ്റ് എഡിറ്ററാണ്, EMSുമായിട്ട് വ്യക്തിപരമായിട്ട് വലിയ അടുപ്പമുള്ള ആളാണ്. ആ വ്യക്തിപരമായ അടുപ്പവും സ്വാധീനവും ഉപയോഗിച്ച് EMSൻ്റെ ജീവിതത്തിലെ ഏടുകൾ ഓരോന്നോരോന്നായിട്ട് ചിക്കി ചകഞ്ഞ് എടുത്ത് ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. അത് ആദ്യം ദേശാഭിമാനി വാരികയിൽ കണ്ടശ പ്രസിദ്ധീകരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ദേശാഭിമാനി വാരികയ്ക്ക് അന്നും ഇന്നും വായനക്കാർ വളരെ കുറവായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അത്ര വ്യക്തതയില്ല. ഞാൻ ഏതായാലും ദേശാഭിമാനി വാരിക വായിക്കുന്ന ആളേ അല്ല, അന്നുമല്ല ഇന്നുമല്ല. ഇത് പിന്നീട് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു 1987 ഞാൻ 88 ഈ പുസ്തകം വായിക്കുന്നത്. വായിച്ച ദിവസങ്ങളെനിക്ക് നല്ല ഓർമ്മയുണ്ട്. പുസ്തകം ആരുടെ അടുത്തുനിന്ന് മേടിച്ചാണ് വായിച്ചത്, ആർക്ക് കൊടുത്ത കോംപ്ലിമെൻ്ററി കോപ്പിയായിരുന്നു എന്നുപോലും എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ ഓരോ സംഗതികളും എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ വളരെ വികാരപരമായിട്ടുള്ള പല രംഗങ്ങളുണ്ട്. ഏറ്റവും
പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നു EMSൻ്റെ സഹോദരി മരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ജയിലിൽ പോയി ഭ്രഷ്ടായ ആളായതുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് തീണ്ടൽ ജാതിക്കാരുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് പുള്ളിക്ക് ജാതി ഭ്രഷ്ടനായി ഇദ്ദേഹത്തോടൊപ്പം അമ്മയുടെ മരണാനന്തര കർമ്മം ചെയ്യാൻ മൂത്ത ചേട്ടൻ വിസമ്മതിക്കുകയാണ്. ഇദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവർ കർമ്മം ചെയ്തു. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു കുഞ്ചു എന്ന് വിളിക്കുന്ന ഈ EMS. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വളരെ വളരെ ലളിതമായ ഭാഷയിൽ അങ്ങേയറ്റം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയ ഒരു പുസ്തകമാണ് അറിയപ്പെടാത്ത EMS എന്ന EMSൻ്റെ ജീവചരിത്രം. വളരെ ഗണ്യമായ വളരെ എണ്ണപ്പെട്ട ഒരു ജീവചരിത്ര കൃതിയാണ്. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച പുസ്തകങ്ങളിലൊന്നാണ്. അത് നോവൽ പോലെ കഥ പോലെ വായിക്കാവുന്ന ഒന്നാണ്. സാമാന്യം വലിയ പുസ്തകമാണ് എങ്കിൽ പോലും. ഈ പുസ്തകം ആദ്യം പ്രസിദ്ധീകരിച്ചത് പെരിന്തൽമണ്ണയിലെ ശക്തി പബ്ലിക്കേഷൻസോ മറ്റുമാണ്. ആ വർഷം ഏറ്റവും അധികം വിറ്റുപോയ പുസ്തകങ്ങളിലൊന്നും കൂടിയായിരുന്നു. ഏറ്റവും അധികം വിറ്റുപോയ പുസ്തകം എന്ന് മനോരമ വിശേഷിപ്പിച്ച ഈ പുസ്തകത്തെയാണ്. അന്ന് EMS ജീവിച്ചിരിപ്പുണ്ട്. അപ്പുകുട്ടൻ ദേശാഭിമാനിയിലെ അതിശക്തനായ ഒരു പത്രാധിപനാണ്. പിന്നീട് അദ്ദേഹം അസോസിയേറ്റ് എഡിറ്ററായി. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി. പക്ഷേ ഈ പുസ്തകം എഴുതിയത് പുള്ളിക്ക് ടാങ്കായിട്ട് മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പുകുട്ടൻ പള്ളിക്കുന്ന് EMSൻ്റെ ജീവചരിത്രം എഴുതുക വഴി നമ്പൂരിപ്പാടിൻ്റെ മേൽ അവിഹിതമായ ഒരു സ്വാധീനം ചെലുത്തുന്നതായിട്ട് പാർട്ടിയിലെ കുറച്ച് സഖാക്കളെങ്കിലും ധരിച്ചു, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു. അതോടെ അദ്ദേഹത്തിൻ്റെ വിരോധികൾ വർദ്ധിച്ചു. EMSൻ്റെ അടുത്ത ആളാണ് എന്ന ഒരു ഖ്യാതി അല്ലെങ്കിൽ അപഖ്യാതി അദ്ദേഹത്തിനുണ്ടായി. പിന്നീട് ആദ്യം കിട്ടിയ അവസരത്തിൽ അവർ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. പിന്നീട് സേവ് CPM ഫോറം ഉണ്ടാക്കി എന്നാരോപിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം അതിനെതിരെ പാർട്ടിയുടെ കൺട്രോൾ കമ്മീഷന് പരാതി കൊടുത്തു. സമർ മുഖർജി ചെയർമാനായ കൺട്രോൾ കമ്മീഷൻ ഇദ്ദേഹത്തിൻ്റെ പരാതി പരിഗണിച്ചു. അദ്ദേഹത്തെ പുറത്താക്കിയത് തെറ്റാണ് എന്ന് പറഞ്ഞു. പക്ഷേ പാർട്ടിയിൽ തിരിച്ചെടുത്തില്ല. പുറത്തായവർ പുറത്ത് തന്നെ എന്നാണ് അന്ന് സെക്രട്ടറി ആയിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കാരണഭൂതൻ പ്രഖ്യാപിച്ചത്. അങ്ങനെ വള്ളിക്കുന്ന് പത്രത്തിൽ നിന്നും പുറത്തായി, പാർട്ടിയിൽ നിന്നും പുറത്തായി. അദ്ദേഹം ഇങ്ങനെ ഗതികിട്ട പ്രേതമായിട്ട് അന്നോട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അതിനുശേഷം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ശക്തി പബ്ലിക്കേഷൻസ് പിന്നെ പുനഃപ്രസിദ്ധീകരിച്ചില്ല. അദ്ദേഹത്തിന് മറ്റ് പ്രസാധകരെ അന്വേഷിക്കേണ്ടി വന്നു. പുസ്തകം വളരെ കാലമായിട്ട് കിട്ടാണ്ടിരുന്നില്ല. മാത്രമല്ല ഈ പുസ്തകം വീട്ടിലുള്ള മാർക്സിസ്റ്റുകാരെ എല്ലാവരും അതെടുത്ത് കത്തിച്ച് കളയാൻ തുടങ്ങി. ഇനി മേലിൽ ആരും അപ്പുക്കുട്ടൻ്റെ ഒരു പുസ്തകം വായിക്കരുത് എന്ന് പാർട്ടി എന്തോ ഫത്വ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അറിയപ്പെടാത്ത EMSനും അറിയപ്പെടുന്ന അപ്പുക്കുട്ടനും ഒരുപോലെ വിലക്ക് കൽപ്പിച്ചു. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏത് സമ്മേളനത്തിൽ പോയാലും ഈ പാർട്ടിക്കാരുടെ ജീവചരിത്രങ്ങൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് അവദാനങ്ങൾ വാഴ്ത്തുന്ന കൃതികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ പോയി നോക്കുക. അവിടെ അറിയപ്പെടാത്ത EMS എന്ന് പറഞ്ഞാൽ EMSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവചരിത്രം ഉണ്ടാകില്ല. കേരള സാഹിത്യ അക്കാദമി 1988 അവാർഡ് കൊടുത്ത് ആദരിച്ച പുസ്തകമാണ്. അത് പുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം അവാർഡ് കിട്ടുമായിരുന്നില്ല. എന്തുവാകട്ടെ ആ പുസ്തകം വളരെ കാലമായിട്ട് ഔട്ട് ഓഫ് പ്രിൻ്റ് ആയിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തെ മന്ദാരം പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ഒരു പ്രസാധക സ്ഥാപനം ഇത് പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ സന്തോഷ വാർത്തയാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒന്നാം തരം അച്ചടിയാണ്. അതിൻ്റെ വൈകാരികമായിട്ടുള്ള മൂല്യം ഒട്ടും കുറഞ്ഞു പോകാതെ അനുബന്ധമായിട്ട് ചില രേഖകളും കൂടി ചേർത്ത് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും EMSനെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് എന്ന് ഞാൻ ഹൃദയപൂർവ്വം ശുപാർശ ചെയ്യുന്നു. അല്പം വൈകിയാണെങ്കിലും ഇതിൻ്റെ 5ാം പതിപ്പ് പ്രസിദ്ധീകരിച്ച പ്രസാധകന്മാരോടുള്ള കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. ഇത് DC ബുക്സിൻ്റെയും മാതൃഭൂമിയുടെയും ഒക്കെ സ്റ്റാളുകളിൽ അധികം വൈകാതെ എത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിൽപ്പനയ്ക്കെത്തും എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ദേശാഭിമാനി ബുക്ക് സ്റ്റാളിലോ അല്ലെങ്കിൽ ചിന്തയുടെ സ്റ്റാളുകളിലോ നിങ്ങൾ ഈ പുസ്തകം അന്വേഷിക്കരുത്. കാരണം അവിടെ വിൽക്കാൻ നിൽക്കുന്ന സഖാവ് ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.